കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ വീട്ടിൽ എന്നെക്കാളും എന്നെ പറ്റി അധികമായിട്ട് ചിന്തിക്കുന്നത് നീയാ. ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചാലും ഇല്ലെങ്കിലും നീ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും എന്റെ വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ നീ ആ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ നിനക്കൊന്നും ചെയ്യണ്ടെന്നാണോ? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇയാൾ ഒരു പ്രാവശ്യം എന്നോട് ഇരുന്നാ പിന്നെ അതിനുശേഷം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പോ ഇയാൾ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നും. പക്ഷേ അങ്ങനെ പറ്റില്ലായിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ടാ. കൂടെ ഉണ്ടാവില്ലെന്ന് കരുതുന്നതിന് പകരം എപ്പോഴും കൂടെ ഉണ്ടെന്ന് കരുതിയാ പോരെ? അതിനെന്തിനാ ഇങ്ങനെ പറയുന്നേ? അയ്യോ, ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ സീരിയസ് ആയാലോ? ഞാൻ നിന്റെ കൂടെ ഉറപ്പായിട്ടുണ്ടാവുമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞാനിവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്ഥിരതാമസക്കാരനല്ലല്ലോ. ഭവാനി, എന്തുപറ്റി? ഒന്നുമില്ല, കണ്ണില് പൊടി വീണതാ. പോരുതെന്നൊരു വാക്ക് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? മാഡം, എന്തായി? ആ ഡ്രോൺ കിട്ടിയോ? ഇല്ല മാഡം. ഒരു ജോലി പോലും കൃത്യമായിട്ട് ചെയ്യാൻ വയ്യേ? യൂസ്ലെസ് ഫെലോസ്. ആ ഡ്രോൺ ആർട്ടിക്കിൾ കയ്യിൽ കിട്ടിയുള്ള അവസ്ഥ അത് എന്തുമാത്രം പ്രോബ്ലം ആണെന്ന് അറിയോ? അതല്ല മാഡം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ അവിടെ ഒരാള് എന്റെ പുറകെ ഓടി വന്നായിരുന്നു. അങ്ങനെ പിടിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ആ ഡ്രോൺ അങ്ങനെ ആർട്ടിക്കിൾ കൈ കിട്ടിയ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ മാനേജ് ചെയ്യും? ആ ഡയറി കിട്ടിയപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ആ ഡയറിയിൽ ക്ഷേത്രത്തെ പറ്റി ഒന്നും തന്നെ ഇല്ല. അവനെക്കുറിച്ച് അറിയാനും അതിലൊന്നും തന്നെ ഇല്ലല്ലോ. മോതിരം കിട്ടിയപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അതെവിടെ നിന്ന് കിട്ടിയെന്നും അറിയില്ല. ഏതോ ഒരുത്തൻ നമ്മുടെ ഭവാനിയെ മുറിവേൽപ്പിച്ചു. ഇന്ന് ഏതോ ഒരാള് വീട്ടിലും വന്നു. എന്തിനു വന്നു, എന്ത് ചെയ്യാൻ വന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവൾ അവളുടെ അണ്ണനെ കുറിച്ച് അറിയാനുള്ള തീരുമാനമെടുത്തതുകൊണ്ടാവാം അവൾക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അതെ അച്ഛാ, ഭവാനിക്ക് ശത്രുവായിട്ട് ആരുമില്ലല്ലോ. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോ ഭവാനി എന്റെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. എന്റെ മോൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ എന്റെ മകൻ മരിച്ചുപോയെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. അവനില്ലാത്തതിന്റെ വേദന മനസ്സിനുള്ളിൽ വെച്ചിട്ട് അവനെ നമ്മളെല്ലാവരും പതുക്കെ മറന്നു തുടങ്ങി.
എന്നാൽ എൻ്റെ മോള് വന്നതിന് ശേഷം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾ കാണിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മകൻ ജീവനോടെ ഉണ്ടെന്നും എന്നെങ്കിലും ഒരിക്കൽ അവൻ തിരികെ എത്തുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ചില വിശ്വാസങ്ങൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്, അതേ വിശ്വാസം ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യും. ഭവാനിക്ക് 27 വയസ്സാകുന്നതുവരെ അവൾക്ക് ചെറിയൊരു ദോഷമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നടക്കുന്നതൊക്കെ കാണുമ്പോൾ അവളുടെ ജാതകത്തിലുള്ളത് സത്യമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഭവാനിയെ എങ്ങനെയും രക്ഷിക്കണം. രക്ഷിച്ചേ മതിയാകൂ. ഈ നാട്ടിൽ കൃഷ്ണനാഥ പണിക്കരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറാനുള്ള ധൈര്യം ആർക്കുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്റെ മോളെ ഉപദ്രവിക്കാൻ എന്റെ വീട്ടിലേക്ക് വരാൻ അവന് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മകൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയാൻ പാടില്ലെന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഡ്രോൺ വെച്ച് ആ ഡ്രോണിനെ കണ്ടുപിടിക്കണം. അത് എവിടെ കിടക്കുന്നെന്ന് ആർക്കറിയാം? ഇനി എങ്ങാനും അത് കിട്ടിയില്ലെങ്കിൽ എന്നെ കൊന്നുകളയും. കാശുള്ളവർക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഓർഡർ തന്നാൽ മതിയല്ലോ. അനുഭവിക്കുന്നതൊക്കെ നമ്മളാ. കാശുണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് ഇവരുടെയൊക്കെ വിചാരം. നമ്മളെ ഒന്നും കഷ്ടപ്പാട് ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു ജോലി പോലും കൃത്യമായിട്ട് ചെയ്യാൻ വയ്യേ. യൂസ്ലെസ് ഫെലോസ്. ആ ഡ്രോൺ ആർട്ടിക്കിൾ കയ്യിൽ കിട്ടിയുള്ള അവസ്ഥ അത് എന്തുമാത്രം പ്രോബ്ലം ആണെന്ന് അറിയോ? ഈ നാട്ടിൻപുറത്ത് ആരാ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത്? ഇത് എൻ്റെ കമ്പനിയുടെ ലോഗോയാണല്ലോ. എൻ്റെ കമ്പനിയുടെ ലോഗോ പതിച്ച ഡ്രോൺ എങ്ങനെ ഇവിടെ വന്നു? എന്നെ പറ്റി മനസ്സിലാക്കാനായിട്ട് ചേച്ചി അയച്ചതായിരിക്കും ചിലപ്പോൾ. എൻ്റെ കമ്പനി ഡ്രോണിന് ഈ നാഗപുരത്ത് എന്താ പരിപാടി? എന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ഉടനെ കണ്ടെത്തണം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് എന്തായാലും ദൂരത്തൊന്നുമല്ല. അയാൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ഡ്രോണിന്റെ ആവശ്യം ഇവിടെ എന്തിനാണെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും.
എടാ അപ്പു, എന്നെ ഡിസ്റ്റർബ് ചെയ്തൊന്നും മിണ്ടാതിരുന്നേ. ശരി. എന്തായി? ഗ്യാസ് ചേംബർ വോൾട്ട് സ്റ്റക്കായി മാഡം. ചേച്ചി, ഹായ് പ്ലെയിൻ. മുത്തശ്ശി, മുത്തശ്ശി എനിക്ക് പ്ലെയിൻ കിട്ടി. മുത്തശ്ശി എനിക്ക് പ്ലെയിൻ കിട്ടിയേ. മുത്തശ്ശി ഒന്നിങ്ങോട്ട് നോക്കുന്നേ. മുത്തശ്ശി പ്ലെയിൻ. മുത്തശ്ശി ഇതാ എന്റെ പ്ലെയിൻ. അപ്പു, എന്താ അപ്പു? എന്താടേ ഇത്? എയറോപ്ലെയിൻ. ദാ ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. ഇങ്ങെടുക്ക് നോക്കട്ടെ. ഇല്ല, ഇത് എന്റേതാണ്. നിന്റേത് തന്നെയാ. ഞാനൊന്ന് നോക്കിയിട്ട് തരങ്ങിതാ. വേഗം തിരിച്ചു തന്നെ, ഇതുകൊണ്ട് എനിക്ക് കളിക്കാനുള്ളതാ. ക്യാമറ. എടാ അപ്പു, ഇത് പ്ലെയിൻ അല്ലടാ, ക്യാമറയാ. എന്താ ചേച്ചി, ക്യാമറക്ക് എങ്ങനെ ഫാൻ ഉണ്ടാവുക? ഇത് പ്ലെയിൻ തന്നെയാ. അല്ലടാ. നോക്കട്ടെ, ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ. നിക്ക്, ഞാനിപ്പോ തരാം. ഈ ക്യാമറ എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? ചേച്ചി ചേച്ചി, എന്റെ പ്ലെയിൻ താ ചേച്ചി. നിക്ക്, ഇപ്പൊ തരാം. താ ചേച്ചി, പ്ലെയിൻ താ ചേച്ചി. ചേച്ചി എന്റെ പ്ലെയിൻ താ. ചേച്ചി എന്റെ പ്ലെയിൻ താ ചേച്ചി. ചേച്ചി എന്റെ പ്ലെയിൻ എനിക്ക് തിരിച്ചതാ. എടാ, ഒന്ന് മിണ്ടാതെ നിക്ക്. മുത്തശ്ശി നോക്ക്, ചേച്ചി എന്റെ പ്ലെയിൻ എനിക്ക് തരുന്നില്ല.
ആരാണോ നീ? പറടാ, ആരാന്ന്? പറടാ, ആരാന്നല്ലേ ചോദിച്ചോ? പറടാ, നീ എന്തിനാടാ ഇവിടേക്ക് ഡ്രോൺ പറഞ്ഞു വിടുന്ന? നിന്നെ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത്? ഈ കമ്പനി ഇവരുടേതാണോ? നേരത്തെ ഇവരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് അവരുടെ കമ്പനിയുടെ ഡ്രോൺ എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയെന്ന് വെച്ചാ പറടാ, പറയാൻ. നിനക്കെന്താ ബോധമില്ലേ? നീ ഇവിടെ നിന്ന് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ നിന്റെ ഗതി എന്താവും നിനക്കറിയോ? ഇവൻ നിന്റെ പുറകെ വരുന്നത് ഞാൻ കണ്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ നിന്റെ കഴുത്ത് ഞെരിച്ച് നിന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചേനെ. ആരെങ്കിലും കാണുന്നതിന് മുന്നേ നിന്റെ ഡ്രോണിനെ താഴെ ഇറക്ക്. ഏയ്, വേഗം ഇറക്കടാ. വാ, പോവാം. ഈ ഡ്രോൺ അവരുടെ വീട്ടിനകത്തേക്ക് ഇറങ്ങും. ഇതിലുള്ള ഗ്യാസ് റിലീസ് ആയാൽ ഉടനെ ആ ഗ്യാസ് ആരൊക്കെ ശ്വസിക്കുന്നോ അവരൊക്കെ ഉറക്കത്തിൽ തന്നെ കണ്ണു പോലും തുറക്കാനാവാതെ അപ്പൊ തന്നെ ചത്തു. മുത്തശ്ശി, ആ എന്താ പ്ലെയിൻ എനിക്ക് കിട്ടിയതാ, പക്ഷെ ചേച്ചി ഇപ്പൊ എനിക്ക് തരുന്നില്ല. വേഗം നോക്കിയിട്ടതാ, എനിക്ക് ഇതുകൊണ്ട് കളിക്കാനുള്ളതാ. എനിക്ക് തരാനായിട്ട് പറയും മുത്തശ്ശി. വാങ്ങിച്ചു തരാടാ, വഴക്കുണ്ടാക്കാതെ. മുത്തശ്ശി അതെനിക്ക് തരാൻ പറ മുത്തശ്ശി, എനിക്ക് അതുകൊണ്ട് കളിക്കാനുള്ളതാ. പറയും മുത്തശ്ശി എനിക്ക് തരാനായിട്ട്. അത് എന്റേതാ മുത്തശ്ശി, അതെനിക്ക് കളിക്കാൻ വേണം. ഭവാനി, ആ കളിപ്പാട്ട് അവന്റെ അല്ലേ? അത് വെച്ച് നീ എന്ത് ചെയ്യാനാ? നീ അത് തിരിച്ചു കൊടുക്ക്. നീ എന്താ നീ നോക്കുന്നേ? അത് അവന് കൊടുക്കാൻ പറഞ്ഞില്ലേ? നീ അതങ്ങ് കൊടുത്തേ. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ തിരിച്ചു കൊടുക്കാം. ചെല്ലടാ, അവള് തരും, നീ അങ്ങോട്ട് ചെല്ല്. ചേച്ചി അത് തന്നെ എത്ര നേരം പറഞ്ഞോണ്ടിരിക്കുന്നേ, എനിക്ക് ഇതുവരെയും തരുന്നില്ല. മുത്തശ്ശി ഒന്ന് പറ. വന്നെടുത്തോ. അത് അവള് തരാന്ന് പറഞ്ഞില്ലേ? ചെന്ന് വാങ്ങിക്ക്.